'Cause you're the one that I like. I can't deny every night you're on my mind. So if I call you tonight, will you pick up? Hey guys, welcome back to my YouTube channel. Let's enjoy with me. Hey guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗേൾസ് ട്രിപ്പാണ്. ഞങ്ങൾ തൃശ്ശൂർ കറങ്ങി കാണാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ അത്യാവശ്യം ഒരു നേരം വൈകിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ 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 ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. Hey guys, അപ്പോൾ ഞങ്ങൾ ആദ്യം ഓട്ടോ പിടിക്കാൻ പോവാണ്. ഓട്ടോ പിടിച്ചിട്ട് അവിടെ പോകും. എന്നിട്ട് മ്യൂസിയം കാണാം. Let's go. അനു ഞങ്ങളുടെ തള്ള കൊണ്ടെടുത്തു. പിന്നെ ഗേൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് അവിടെ വരെ കാണുന്ന എല്ലാ കടയിലും കയറേണ്ടി വരും. പിന്നെ കുറേ കാലമായി ശിഖ പറയുന്നു ചാന്തുപൊട്ടി കയറണം. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചാന്തുപൊട്ടി കയറി. അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കളക്ഷൻസ് മാത്രമല്ല അത്യാവശ്യം നല്ല വില കുറവാണ്. മിക്കൊരു തൃശ്ശൂരിൽ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചാന്തുപൊട്ടി നിന്നാട്ടോ വാങ്ങണമെന്ന്. പിന്നെ ഫാൻസി സ്റ്റോറി കയറേണ്ടത് ഞങ്ങളുടെ പ്ലാനിങ് ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കൈ പിടിച്ചാട്ടോ നിൽക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. അപ്പം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സോനാ പപ്പടി ചേട്ടനെ കണ്ടു. അപ്പം ഞങ്ങളൊരു സോനാ പപ്പടിയൊക്കെ വാങ്ങി. സോനാ പപ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ഞിമിഠായി. ഇറങ്ങി ഇതുവരെ എവിടെ എത്തിയിട്ടില്ല, നടക്കണുള്ളൂ. കാണുന്ന കടയിലെല്ലാം കയറുന്നുണ്ട്. നമ്മളങ്ങനെയാണല്ലോ. സോനപ്പപ്പിട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആളെണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ കയറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ചോദിച്ച് കുത്തിത്തള്ളി കയറിയിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമയുണ്ടെങ്കിലും മലക്കമേലും കിടക്കാമെന്നുള്ള പഴഞ്ചൊല്ലേറ്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ കണ്ടത് പല സാധനങ്ങളും വർണ്ണശലഭമായിട്ട് കുപ്പിയിലിട്ട് വെച്ചേക്കണം കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൺട്രോൾ പോയിരുന്നുള്ളായിരുന്നു കേട്ടോ സത്യം. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് കുറച്ച് മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങി. വായിൽ വെള്ളം വരുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ ഇതെല്ലാതും കൂടി കണ്ടിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ വായിലും ഒരു വലിയ കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടി സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മധുരത്തെക്കാളും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തീറ്റ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വായ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂ മ്യൂസിയം ഒരുമിച്ചാട്ടോ ഉള്ളത്. ഞങ്ങൾ സൂവിൽ കയറിയില്ല, മ്യൂസിയത്തിൽ മാത്രം കയറിയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൂവിൽ കുറച്ച് മൃഗങ്ങളേ ഉള്ളൂ. ഈ സൂവിലെ മൃഗങ്ങളെ വേറെ സൂവിലേക്ക് മാറ്റിയത് ഞങ്ങൾക്ക് മുൻപേ അറിയിപ്പ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിന്നോണ്ട് അകത്തേക്ക് കയറാം കേട്ടോ. മ്യൂസിയം എത്തി. ഇവിടെ കുറേ പേരുടെ ഫോണുണ്ട്, ഫോൺ എടുത്ത് നടക്കരുത്. പിന്നെ കുറേ പേര് തീറ്റ സാധനം കണ്ടപ്പോൾ അതിൽ വീണു. സ്വന്തം പോക്കറ്റിലിട്ട് അടിച്ചരാ. അങ്ങനെ ഞങ്ങൾക്ക് 6 പേർക്കും ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറുകയാണ്. സൂവിനും മ്യൂസിയത്തിന് സെപ്പറേറ്റ് ടിക്കറ്റ് കൗണ്ടർ ആട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അകത്ത് കയറിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കരടിയുടെ ഒറിജിനൽ തൊലിയാട്ടോ. ഇത് വളരെയധികം ഞങ്ങളുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. കാരണം അതിനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടലാസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചങ്ങാണ്ട് ഒറിജിനൽ തൊലി കൊണ്ട് കവർ ചെയ്തിരിക്കാട്ടോ. അങ്ങനെ അടുത്തതായിട്ട് ഞങ്ങൾ കുറച്ച് നമ്മുടെ കാരണന്മാരും പൂർവികരൊക്കെ ആയി നമ്മുടെ കൊരങ്ങച്ചാട്ടന്മാരെ കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാട്ടോ പോയത്. അവിടെ ഞങ്ങൾ ഒരു കരടിയല്ല കണ്ടത്, 2-3 കരടികളൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം കണ്ടുള്ളൂ 2-3 കരടികളൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കല്ലിന്റെ സെക്ഷനിലേക്കൊക്കെ പോയി. സത്യം പറഞ്ഞാൽ മറ്റാരേക്കാളും ഈ കല്ലുകളായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധമുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഓരോ കല്ലിന്റെ പേരൊക്കെ വായിച്ചു കേട്ടോ. സിവിൽ പഠിക്കുന്ന എൻ്റെ ഗുണമാണ് കേൾക്കണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മ്യൂസിയം മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. ഇത് തേക്കൊണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനാട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കണ്ടു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മ്യൂസിയം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഏഷ്യയിൽ ഏറ്റവും വലിയ ആനയായിരുന്ന ചെങ്ങന്നൂർ രംഗനാഥന്റെ സ്കെൽട്ടൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ പോയി കാണാം. മ്യൂസിയത്തിൽ നിന്ന് അവരെല്ലാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു കൗതുകം തന്നെയാണ്. ഹേ ഗായ്സ്, അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂവിൽ വന്നിട്ട്. എല്ലാത്തിൻ്റെയും സൂ അപ്പുറത്തുണ്ട്, മ്യൂസിയത്തിൽ വന്നിട്ട് നമുക്ക് എല്ലാത്തിനും കുറച്ച് കാണാനുണ്ട്. എനിക്ക് ഓൾവേസ് മ്യൂസിയം കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ. മനസ്സിലാ പറ, റിവ്യൂ പറ. ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഞങ്ങൾ കൂടുതലുള്ള 2 കീടാണുക്കളാണ് നടന്നു പോണത്. വേറെ 2 കീടാണുക്കൾ എവിടെയോ ഉണ്ട്. നമുക്ക് കണ്ടുപിടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങൾ പോവുകയാണ് ഗായ്സ്, ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ മ്യൂസിയം കണ്ടേ ഗൈസ്? ഇനി നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? മന്തി കഴിക്കാൻ. ആരുടെ മന്തി? അനുശ്രീയുടെ. ഇതാണ്ട് നമ്മുടെ തൃശ്ശൂരിലെ നെഹദി കുഴിമന്തി. ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഫ്രീ ആയിട്ട് ഒന്നും കൊടുക്കണില്ല. പിന്നെ ഞങ്ങൾ ഒരു മിറർ കണ്ടു, അപ്പോൾ ഒരു മിറർ സെൽഫി എടുക്കാൻ കരുതി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവരുള്ള ചേട്ടന്മാരെ കയ്യിൽ പേര് നാളെ എഴുതി കൊടുക്കുക. ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവർ ആളിനനുസരിച്ച് കാണിട്ട് തിരക്ക് ഒഴിയുമ്പോൾ കയറ്റി ഇരുത്തും. ഞങ്ങൾ ഞങ്ങളുടെ ഫുഡിനെ വെയിറ്റ് ചെയ്തുള്ള ഇരിപ്പാട്ടോ കാണുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ കുഴിമന്തി അനുശ്രീയുടെ ചിലവാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഒരു ബെറ്റിൻ്റെ പുറത്തുള്ള കളിയാടോ ഇതൊക്കെ. ഇങ്ങനെ കാത്തിരുന്ന് കണ്ണ് കഴിച്ചെങ്കിലും ആദ്യം ഞങ്ങളുടെ സലാഡ് എത്തി, പിന്നെ ഞങ്ങളുടെ മയോണൈസ് എത്തി, പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴേക്കും ഞങ്ങളുടെ മന്തി എത്തി. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ.
ഫുഡൊക്കെ എത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ഫോട്ടോ മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പണ്ട് ബാലവാടി പഠിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ ഭക്ഷണം തന്ന ദൈവത്തിനോട് നന്ദി പറയണ പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ കുഴിമന്തി തന്ന അനുശ്രീനോട് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മണ്ട വലിച്ചു കയറ്റാൻ തുടങ്ങി. പിന്നെ നമ്മുടെ എല്ലാവരുടെ കൂട്ടത്തിലും കാണും എന്ത് കഴിക്കുകയാണെങ്കിലും വളരെയധികം സ്ലോ മോഷൻ ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ലോ മോഷൻ കേസാട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഗേൾസ് ടോക്ക് ഒക്കെ പറഞ്ഞു കണ്ട് ദാറ്റ് മീൻസ് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞു കണ്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും മുഖ്യ സാധനമായ കുറച്ച് റീൽസ് എടുക്കണം. നമ്മൾ ഫുഡ് വരുന്നതിന് മുന്നേ റീൽസ്, ഫുഡ് വന്നിട്ട് റീൽസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ റീൽസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവിധ റീൽസ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെഹദിനോട് തെറ്റ ബൈ ബൈ പറഞ്ഞാണ്ട് കിട്ടിയ ബസ്സിൽ കയറിങ്ങാണ്ട് ഞങ്ങൾ നേരെ വിട്ടു നമ്മുടെ ശോഭ സിറ്റിയിലുള്ള സ്റ്റുഡിയോകൾക്ക്. സ്റ്റുഡിയോ മാത്രമല്ല എല്ലായിടത്തും കയറി പറഞ്ഞു പോകുന്നതല്ല വന്നേക്കുന്നത്. യെസ്, അടുത്തായി ഞങ്ങൾ വന്നേക്കണത് ശോഭ സിറ്റിയിലാണ്. ശോഭ സിറ്റിക്ക് നടന്നു പോണ വഴിയാട്ടോ ഇത്. അവിടുത്തെ സ്കൈ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ കുറച്ച് സ്കൈ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും നമുക്ക് ശോഭ സിറ്റിയിലെ മൊത്തം ഷോപ്പിലൊന്നും കയറി നോക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിലൊക്കെ ഞങ്ങൾ കയറി നോക്കി. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് നേരെ വിട്ടിങ്ങാണ്ട് 20 രൂപയുടെ പച്ചവെള്ളം കുപ്പി വാങ്ങി ഞങ്ങൾ പോന്നുട്ടാ. ദാഹിച്ചല്ലെങ്കിൽ ചത്തേനെ. ഞങ്ങൾ പുസ്തകത്തിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കയറി നോക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല നല്ല പുസ്തകങ്ങളാട്ടോ എല്ലാം. എനിക്ക് പ്രത്യേകിച്ച് മലയാളത്തിനോട് പ്രത്യേകം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മലയാള പുസ്തകങ്ങളാട്ടോ കൂടുതലായിട്ട് നോക്കിയത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാട്ടോ ഉള്ളത്. നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു. നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്തായാലും. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിങ്ങാണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഞങ്ങൾ ശോഭയിൽ പോകണമെന്ന് കരുതിയത് സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോ കയറാൻ വേണ്ടിയിട്ടാട്ടോ. സ്റ്റുഡിയോ മാത്രം കണ്ടിരുന്നില്ല, ഞങ്ങൾ നോക്കി ഞങ്ങൾ സ്റ്റുഡിയോ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്ന് ആകപ്പാടെ കയറി പരതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഓഫറും ഉണ്ട്. ഓഫർ മാത്രമല്ല നല്ല നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് ഇന്നോവേ സെക്ഷൻസും അതേപോലെ തന്നെ ചെരുപ്പിന്റെ സെക്ഷനും അതേപോലെ തന്നെ ജെൻസിന്റെ സെക്ഷനും ഞങ്ങൾ നോക്കിയായിരുന്നു. ജെൻസിന്റെ സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോയിൽ പോയിട്ടുള്ള അവിടുത്തെ കളക്ഷൻസും അതേപോലെ തന്നെ ഓഫേഴ്സിന്റെ ഒക്കെ ഒരു സ്റ്റുഡിയോ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ പോയി കണ്ടേക്കൂട്ടോ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് കാണിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോയി ക്യൂല് നിന്നുള്ള അമ്മാതിരി മുട്ടൻ തിരക്കാണ്. ഇപ്പം എന്തോ തിരക്ക് ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിയുടെ ഓർമ്മയ്ക്കാർ അവിടെ ഒരു ജോക്കർ പയ്യൻ ഇരുന്നായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിനോടും സ്റ്റുഡിയോനോടൊക്കെ തറ്റ ബേബി പറഞ്ഞു കാണിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്കൊക്കെ പോവേട്ടോ. വീട്ടിലോട്ട് പോവുകയാണ്. ബാക്കി എല്ലാ പരിപാടി കഴിഞ്ഞു. ഡ്രസ്സ് കിട്ടാണോ കുടുംബത്തെ കയറ്റൊന്നും അറിയില്ല. ഇതെന്റെ ബ്ലോഗാണോ ബ്ലോഗാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.